നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിളിയൂർ ജോസിനെ കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ പ്രജിൻ ആദ്യം വിളിച്ചത് അച്ഛൻ്റെ സഹോദരനെ. അങ്കിളെ, ഞാൻ അപ്പനെ കൊന്നു. എത്ര കൂളായിട്ടാണ് പ്രജിൻ ആ കൊലപാതക വിവരം പറയുന്നത്. ഇൻസുലിൻ വാങ്ങാൻ ഞാൻ രാത്രി പുറത്തിറങ്ങി. അപ്പോൾ ബൈക്കിൽ വന്ന രണ്ട് പയ്യന്മാർ, ഇരുമ്പ് കടയുള്ള വീട്ടിലെ ആൻറ്റി റോഡിലേക്ക് ഇറങ്ങി വന്ന് ബൈക്ക് തടഞ്ഞ് എത്രയും പെട്ടെന്ന് എൻ്റെ ചേട്ടനെ രക്ഷിക്കണം, എൻ്റെ മകൻ ചേട്ടനെ കൊല്ലുമെന്ന് ഞങ്ങളോട് പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. അവർ ഏറെ പേടിച്ചാണ് എന്നോടിത് പറഞ്ഞത്. അതെൻ്റെ ചേട്ടനാണ്. ഞാൻ ഇപ്പോൾ തന്നെ അവരെ വിളിക്കാം. അണ്ണൻ്റെ ഫോണിലേക്ക് 2 തവണ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല. പിന്നെ ചേച്ചിയുടെ ഫോണിൽ വിളിച്ചു. അപ്പോൾ മോനാണ് ഫോൺ എടുത്തത്. ഞാൻ അപ്പനെ കൊന്നു. എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അപ്പനെ കൊന്നുവെന്ന് മകൻ എന്നോട് പറഞ്ഞു. ഏറെ സ്നേഹിച്ച സ്വന്തം മകൻ ഒടുവിൽ അപ്പനെ കൊല്ലുന്നു. അവനെ മെഡിക്കൽ പഠനത്തിന് അയച്ചതും അവന് വേണ്ട പഠന ചെലവ് കണ്ടെത്തിയതും അവനെ ഇത്രയധികം വളർത്തി വലുതാക്കിയതുമൊക്കെ അപ്പൻ. അതേ അപ്പനെ അവൻ കഴുത്തിൽ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. ഏറെ ദുരൂഹതകളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. വെള്ളറടിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളാകെ ഭയപ്പാടിലാണ് ഈ വാർത്തകൾ കേൾക്കുന്നതും. ജോസിനെ കൊല്ലുന്നതിന് മുൻപ് പ്രജിൻ സ്വന്തം ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും നീക്കം ചെയ്തിരുന്നു. ജോസിനെ കൊന്നതാവട്ടെ അതിക്രൂരമായി. ജോസിനെ കൊല്ലാൻ ആരംഭിച്ച സമയം മുതൽ ഒടുവിൽ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രജിൻ സംസാരിച്ചിരുന്നില്ല. ഈ മാസം 5-ാം തീയതിയാണ് അതിക്രൂര കൊലപാതകം നടന്നത്. വെള്ളറട സ്വദേശി ജോസിനെ മകൻ പ്രജിൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രജിന്റെ പ്രായം 28 വയസ്സ്. കോവിഡിനെ തുടർന്ന് പ്രജിൻ ചൈനയിലെ മെഡിസിൻ പഠനം പൂർത്തിയാക്കാതെ നാട്ടിൽ മടങ്ങിയെത്തി. പിന്നീട് അഭിനയമോഹവുമായി പ്രജിൻ കൊച്ചിയിലെത്തുന്നു. ഇതാണ് അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളുടെ തുടക്കം. കൊച്ചിയിൽ നിന്നും അവൻ തിരികെ വീട്ടിലെത്തിയതിനു ശേഷം മകനിൽ കാര്യമായ വ്യത്യാസങ്ങൾ കണ്ടുവെന്നാണ് മാതാവ് പറയുന്നത്. 2014 പ്രജിൻ മെഡിക്കൽ പഠനത്തിന് ചൈനയിലെ വുഹാൻ സിറ്റിയിൽ എത്തുന്നത്. കൊച്ചിയിൽ ഒരു ഏജൻസി വഴിയാണ് അവിടെ അഡ്മിഷൻ തരപ്പെടുത്തിയത്. കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നാട്ടിലേക്ക് മടങ്ങി. അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനിരുന്ന ഫീസ് ഏജൻസി വഴി അടച്ചു. അത് കോളേജിന് ലഭിച്ചില്ല എന്ന കാരണത്താൽ പ്രജിന് പരീക്ഷ എഴുതാനുള്ള അനുമതി ലഭിച്ചില്ല. ഏജൻസിക്കെതിരെ DGPക്കും SP-ക്കുമൊക്കെ പരാതി കൊടുത്തു. പക്ഷേ അതിൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് കൊച്ചിയിലേക്ക് അവൻ സിനിമാ പഠനത്തിന് പോയത് എന്ന് മാതാവ് പറയുന്നു. കഴിഞ്ഞ 7 വർഷത്തിലധികമായി തങ്ങൾ മകൻ പ്രജിനെ ഭയത്താണ് ജീവിച്ചിരുന്നത് എന്ന് അമ്മ വെളിപ്പെടുത്തുന്നു. കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞെത്തിയതിനു ശേഷമാണ് പ്രജിനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. മുറിയിൽ നിന്നും ഓം പോലെയുള്ള ശബ്ദം കേൾക്കുമായിരുന്നു. മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല. ആ മുറിയിലേക്ക് ഞങ്ങളെ ആരെയും അവൻ പ്രവേശിപ്പിച്ചിരുന്നില്ല. കൊലപാതകത്തിന് ശേഷമാണ് മകൻ ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിലകപ്പെട്ടുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. മെഡിക്കൽ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെ സിനിമയിൽ അഭിനയിക്കണമെന്നതായി അവന്റെ മോഹം. ഒടുവിൽ കൊച്ചിയിലെ നിയോ ഫിലിം ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്കൂളിൽ അഭിനയം പഠിക്കാനായി അവൻ ചേർന്നു. കൊച്ചിയിൽ നിന്നും മടങ്ങിയെത്തിയ പ്രജിന്റെ സ്വഭാവത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ. കഴിഞ്ഞ 7 വർഷമായി മകന്റെ അടിമകളായി തങ്ങൾ ജീവിക്കുകയായിരുന്നുവെന്നാണ് മാതാവ് പറയുന്നത്. രാത്രികാലങ്ങളിൽ ഇരുവരെയും വീടിന് പുറത്താക്കി അവൻ വീട് പൂട്ടിയിടും. അച്ഛനെ മർദ്ദിക്കുകയും അച്ഛനെ കഴുത്തിന് പിടിച്ച് ചുമരോട് ചേർത്ത് ഉയർത്തി നിർത്തുകയുമൊക്കെ അവൻ്റെ പതിവായിരുന്നു. ശാരീരികമായും മാനസികമായും പ്രജിൻ നിരന്തരം ഉപദ്രവിച്ചു. എന്നാൽ തങ്ങൾ ഉറ്റ ബന്ധുക്കളോടോ അയൽക്കാരോടോ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നാണ് മാതാവ് പറയുന്നത്. സ്വന്തം അപ്പനെ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക്കിന്റെ പ്രേരണയിലാണ് എന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ കാലമായി ബ്ലാക്ക് മാജിക്കിന്റെ നിരവധി വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രജിൻ കൊച്ചിയിലെത്തിയത് സിനിമാ മോഹവുമായി. സിനിമാ മേഖലയിലുള്ള ഒട്ടനവധി പ്രമുഖർ ഇപ്പോൾ തന്നെ ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിലാണ് എന്നത് വ്യക്തമായ കാര്യം. വാഗമണ്ണിലുള്ള സിനിമാ സ്വാമി മുതൽ എത്രയെത്ര ദുർമന്ത്രവാദികളാണ് കൊച്ചിയിലെ സിനിമാ ലോകത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. ഒരു സിനിമ അതിൻ്റെ റിലീസിന് മുൻപ് ദുർമന്ത്രവാദമൊക്കെ നടത്തി പുറത്തിറക്കുക മിക്കവരുടെയും ശൈലിയാണ്. മയക്കുമരുന്ന് പോലെ തന്നെ മനുഷ്യനെ മയക്കുന്ന മറ്റൊരു അന്ധവിശ്വാസമാണ് ഈ ബ്ലാക്ക് മാജിക്. പത്തനംതിട്ടയിലെ നരബലി പോലെ എത്രയെത്ര ദുർമന്ത്രവാദ സംഭവങ്ങളാണ് നമ്മൾ കേരളത്തിൽ ദിനം പ്രതി എന്നോണം കേൾക്കുന്നത്. ഇതിനൊക്കെ മുഖ്യവേദിയാവുന്നതാവട്ടെ കൊച്ചി. വ്യവസായികളും സിനിമാ പ്രവർത്തകരുമൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കൊച്ചി. അവിടെ മനുഷ്യരുടെ അന്ധവിശ്വാസം മുതലെടുക്കാൻ ചില ബ്ലാക്ക് മാജിക്കുകാർ ഇപ്പോൾ സജീവമായുണ്ട്. ഒരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഒരു സിനിമ റിലീസിന് മുൻപ് ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ നടനോ നടിയോ ഒക്കെ എത്തുന്നതിന് തൊട്ട് മുൻപ് ഇത്തരം ബ്ലാക്ക് മാജിക്കുകൾ മിക്കവരും ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പിടിയിലാണ് എന്നത് പകൽ പോലെ വ്യക്തം. കൊച്ചിയിൽ നിന്ന് ചിലർ രാത്രികാലങ്ങളിൽ സംഘമായി വാഗമണ്ണിലെത്തും.
അവിടെയും വലിയ ദുർമന്ത്രവാദ കേന്ദ്രമുണ്ട് എന്നത് കൊച്ചിയിലെ സിനിമാക്കാർക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. ചാത്താൻ സേവയുടെയും ദുർമന്ത്രവാദത്തിൻ്റെയും ഒക്കെ ഇരകളാക്കപ്പെടുന്നു പലരും. പല സംഭവങ്ങളും പീഡന കേസുകളാകുമ്പോഴാണ് നമ്മൾ പുറത്തറിയുന്നത്. ഇന്ന് ചാവക്കാട് ഒരു യുവതിയെ പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ കൈക്കലാക്കി അവരിൽ നിന്ന് 60 ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു ദുർമന്ത്രവാദിയെയും സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ കൊച്ചിയിൽ ചാത്തൻ സേവയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന മറ്റൊരു കേസ്. വെണ്ണലയിൽ നടന്ന ആ സംഭവത്തിൽ തൃശൂർ സ്വദേശിയായ ജോത്സൻ പ്രഭാത് അറസ്റ്റിലായി. ഇതൊക്കെ പീഡനം ലക്ഷ്യമിട്ട് ദുർമന്ത്രവാദം എന്ന തട്ടിപ്പ് ഉപയോഗപ്പെടുത്തുകയാണ്. എന്നാൽ ബ്ലാക്ക് മാജിക് അക്ഷരാർത്ഥത്തിൽ വിറ്റഴിക്കുകയാണ് മറ്റു ചിലർ. 2022 കേരളത്തെ നടുക്കിയ പത്തനംതിട്ട നരബലി, പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഈ ദുരന്തം അക്ഷരാർത്ഥത്തിൽ അന്ന് കേരളത്തെ നടുക്കിക്കളഞ്ഞിരുന്നു. 2022 ഒക്ടോബർ 11 രാവിലെ പത്തനംതിട്ട ഇലന്തൂരിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകത്തിന്റെ വാർത്തകൾ. ഇലന്തൂരിൽ വൈദ്യൻ ഭഗവത് സിംഗിന്റെ വീട്ടിലാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. 2 സ്ത്രീകളെ മൃഗീയമായി പീഡിപ്പിക്കുകയും പിന്നീട് അവരെ കൊലപ്പെടുത്തുകയും അവരുടെ ആന്തരികാവയവങ്ങൾ ചൂഴ്ന്നെടുത്ത് കറിവെച്ച് കഴിക്കുകയും ചെയ്ത അതിക്രൂര സംഭവം. കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കായി സ്ത്രീകളെ കൊലപ്പെടുത്തി ആന്തരികാവയവങ്ങൾ ഭക്ഷിക്കുകയും കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു ആ കുടുംബം. 2 ഘട്ടങ്ങളിലായി ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിൽ 2 സ്ത്രീകളെ എത്തിച്ചു. ദുർമന്ത്രവാദികളെ അടക്കമാണ് ഈ ക്രൂരകൃത്യത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്മം, റോസ്ലി എന്നീ 2 യുവതികൾക്കാണ് അന്ന് ദുരന്തം നേരിടേണ്ടി വന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പരിചയം ഉപയോഗിച്ച് ഇവരെ പത്തനംതിട്ട ഇലന്തൂരിലെത്തിച്ച് കൊടിയ പീഡനം നടത്തി അതിനുശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. ആഭിചാര ക്രിയകളൊക്കെ ചെയ്ത്. ഈ നരബലിക്ക് പിന്നിൽ ബ്ലാക്ക് മാജിക്കും അന്ധവിശ്വാസവുമായിരുന്നുവെന്ന് പോലീസ് അന്ന് കണ്ടെത്തി. മലയാളികളായ ദമ്പതികളെയും അവരുടെ അടുത്ത സുഹൃത്തായ അധ്യാപികയെയും അരുണാചൽ പ്രദേശിലെ സീറോ താഴ്വരയിലുള്ള ഒരു ഹോട്ടലിൽ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ സംഭവം പിന്നീട് ചുരുൾ നിവർന്നപ്പോൾ ബ്ലാക്ക് മാജിക്കിന്റെ ഇരകളായിരുന്നു അവരെന്ന് വ്യക്തമായി. വട്ടിയൂർക്കാവ് ശ്രീരാഗത്തിൽ ആര്യ ബി നായർ എന്ന 29കാരിയും ആയുർവേദ ഡോക്ടർമാരായ കോട്ടയം മീനിടം നെടുംപൊയ്കയിൽ നവീൻ തോമസ് എന്ന 39കാരനും വട്ടിയൂർക്കാവ് മൂന്നാംമൂട് അഭ്രകുബി ദേവി എന്ന 41കാരിയുമാണ് അന്ന് സ്വയം ജീവിതം അവസാനിപ്പിച്ചത്. മൂവരും രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചു. ഒരു പ്ലേറ്റിൽ മുടി, കറുത്ത വളകൾ, 3 പേരും ഒപ്പിട്ട ആത്മഹത്യാക്കുറിപ്പ്. സ്ത്രീകളുടെ വലതു കൈയും പുരുഷന്റെ ഇടതു കൈയും മുറിച്ച നിലയിലായിരുന്നു അന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ദേവിയുടെ കഴുത്തിലെ മുറിവ്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നവീൻ ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പിന്നീട് പോലീസ് കണ്ടെത്തി. മരണാനന്തര ജീവിതം സ്വപ്നം കണ്ടായിരുന്നു അവരുടെ ആത്മഹത്യ. ഇത്തരം നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇതിൻ്റെയൊക്കെ മുഖ്യ കേന്ദ്രമായി മാറുന്നതോ നമ്മുടെ കൊച്ചിയും. പല തലത്തിലുള്ള ബ്ലാക്ക് മാജിക് വിദ്യകളാണ് കൊച്ചി കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നത്. ദുർമന്ത്രവാദം എന്നറിയപ്പെടുന്ന ബ്ലാക്ക് മാജിക് ദുഷ്ട സ്വാർത്ഥ ആവശ്യങ്ങൾക്കായി അമാനുഷിക ശക്തികളെ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ്. ഒരാളെ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ നശിപ്പിക്കുന്നതിനും ഇതേ ബ്ലാക്ക് മാജിക്കുകൾ ഉപയോഗിക്കുന്നു. ഇരയുടെ മുടി, വസ്ത്രം, ഫോട്ടോ എന്നിവ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കിയോ ബ്ലാക്ക് മാജിക് ചെയ്യാമെന്നാണ് ഇക്കൂട്ടർ ഇരയെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്. ബ്ലാക്ക് മാജിക്കിന് ഇരയാക്കപ്പെടാൻ പലവിധ തന്ത്രങ്ങൾ ഇവർ പ്രയോഗിക്കുന്നു. ഒന്നുകിൽ അവർ നിങ്ങളുടെ ജാതകം ദുർബലമാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കും. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ നിരത്തും. ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ഉയരത്തിൽ നിന്ന് വീഴുന്നത് പോലെയുള്ള മോശം സ്വപ്നങ്ങൾ എന്നിവയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമുയർത്തും. തലവേദന, വിചിത്രമായ പെരുമാറ്റം എന്നിവയൊക്കെ ഇരയെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ആവർത്തിച്ചുള്ള അപകടങ്ങളിൽ പെടുന്നുവോ? എപ്പോഴും നിർഭാഗ്യം നിങ്ങളെ വലയം ചെയ്യപ്പെടുന്നുവോ? ഇത്തരം ചോദ്യങ്ങൾക്ക് മിക്കവാറും മനുഷ്യർ ഉവ് എന്നായിരിക്കും മറുപടി പറയുന്നത്. അവിടെ നിങ്ങളുടെ ദുര്യോഗം തുടങ്ങും. നിങ്ങളുടെ ജോലി, തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് എന്നിവയിലുള്ള നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞാവും പലപ്പോഴും ഇരയെ വീഴിക്കുക. ഇത്തരം വീഴ്ചകൾക്ക് മറ്റുള്ളവരുടെ ചെയ്തികളാണ് കാരണമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ ദുർബലരായ മനുഷ്യർ ഇത്തരം ചതിക്കണികളിൽപ്പെടും. അമാവാസി രാത്രിയിൽ ഈ പ്രതിക്രിയ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞ് ചില ക്രിയാവിക്രിയകൾ നിങ്ങളെ പഠിപ്പിക്കും. ഒരു കറുത്ത നൂലെടുത്ത് തുല്യ അകലത്തിൽ 7 കെട്ടുകൾ കെട്ടുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നിസ്സാരമായി തോന്നും. 7 ഉണങ്ങിയ ചുവന്ന മുളക് നൂലിൽ 7 തവണ കറക്കി ഒരു കറുത്ത തുണിയിൽ പൊതിഞ്ഞു വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രയോ സിമ്പിളാണെന്ന് തോന്നും. പിന്നീടാണ് ശരീരത്തിലെ രോമം മുഴുവൻ പഠിക്കാനും വിചിത്രമായ ചില ആചാരരീതികൾ പിന്തുടരാനുമൊക്കെ ഇക്കൂട്ടർ ആവശ്യപ്പെടുക. ബ്ലാക്ക് മാജിക്കിൽ ഇരകളാക്കപ്പെടുന്നവർ ഒട്ടനവധിയാണ്. മിക്കവരും തങ്ങളുടെ ഈ അവസ്ഥ തുറന്നു പറയാറില്ല.
ബ്ലാക്ക് മാജിക് നടത്തുന്നവർ ആദ്യം ഇരയോട് ആവശ്യപ്പെടുന്നത് ഇനിയുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കണമെന്നാണ്. ആരോടെങ്കിലും ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെടുമത്രേ. മാത്രവുമല്ല, ഇതൊക്കെ നിങ്ങൾക്ക് വിനയായി ഭവിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഭയപ്പെട്ട് ആരോടും പറയില്ല. ഇവിടെയാണ് കൊലപാതകത്തിൻ്റെ മറ്റ് ചില മാനങ്ങൾ. ഒരാളെ കൊലപ്പെടുത്തിയാൽ അയാളുടെ കൂടി സൗഭാഗ്യം നിങ്ങളിൽ വന്നണയും എന്നൊക്കെ പറയുമ്പോൾ ചില കടുങ്കൈകൾക്ക് മനുഷ്യൻ പ്രേരിതനാകും. മാനസിക നിലയെപ്പോലും തെറ്റിക്കുന്ന തലത്തിൽ ബ്ലാക്ക് മാജിക് പരിശീലകർക്ക് നിങ്ങളെ കുഴിയിലകപ്പെടുത്താം. കൊച്ചിയിലെ സിനിമാ ലോകം തന്നെയാണ് ബ്ലാക്ക് മാജിക്കിൻ്റെ മുഖ്യ പരിശീലന കേന്ദ്രം. അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഒട്ടനവധി ദുരന്ത നായകരുണ്ട് കേരളത്തിൽ. സിനിമാ നടികളെ പൂർണ്ണ നഗ്നയായി ഇരുത്തി ഇത്തരം ദുർമന്ത്രവാദത്തിന് വിധേയരാക്കുന്ന ചില ബിരുദന്മാരെ കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വീണ്ടും വീണ്ടും ചെന്ന് തുണി പറിച്ചിങ്ങനെയുള്ള നഗ്നപൂജകൾക്ക് ഇരുന്നു കൊടുക്കാൻ മടിയില്ലാത്ത നടികൾ. അവരൊക്കെ തന്നെയാണ് വാഗമണ്ണിലെ സിനിമാ സ്വാമിയുടെ അടുക്കലെത്തി ഇത്തരം ആചാരങ്ങൾ ഇപ്പോഴും തുടരുന്നത്. ഇതൊക്കെ ചില മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന മറ്റു ചില താരങ്ങളും നിർമ്മാതാക്കളുമൊക്കെ. സിനിമാ മേഖല മാത്രമല്ല, വ്യാവസായികളായ പലരും ഇത്തരം ബ്ലാക്ക് മാജിക്കിൻ്റെ ഇരകളാണ്. വലിയ പണമുള്ളവർ തന്നെയാണ് മിക്കവാറും ഇരകളാക്കപ്പെടുന്നത്. കാരണം അവരെ അങ്ങ് ചോർത്തിയെടുക്കാമല്ലോ. പ്രിജിൻ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ഉണ്ട് എന്ന കുടുംബം ഇപ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തിരുവനന്തപുരം നന്തങ്കോട് സ്വന്തം അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും ഒക്കെ വധിച്ച ഒരു മകന്റെ കഥ മുൻപ് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കുന്നില്ല കേരളത്തിലെ യുവത. വീണ്ടും വീണ്ടും ബ്ലാക്ക് മാജിക് പോലെയുള്ള ഇത്തരം കെണികളിൽ കൊണ്ടുചെന്ന് തലവെച്ചു കൊടുക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.